ഗൈസ്, അപ്പോൾ പുൾഡാഡ് ഒഫീഷ്യൽസിൻ്റെ പുതിയൊരു വീഡിയോ കേട്ടോ. നോർമലി നമ്മൾ ട്രാവൽ വ്ളോഗ്സും അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സൊക്കെയാണ് നമ്മുടെ ചാനലിൽ കൂടെ കൂടുതലും ചെയ്യാറ്. പക്ഷേ ഇന്ന് നമ്മൾ ഒരു ടോക്ക് ഷോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലോട്ട് വന്നേക്കുന്നത് കേട്ടോ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കത്തിക്കേറിക്കൊണ്ടിരിക്കുന്ന ഒരു ഇഷ്യൂ ആണ് നയൻതാര ധനുഷ് ശണ്ട അടി. അതായത് നയൻതാരേൻ്റെ ഒരു വെഡ്ഡിങ് ഡോക്യുമെൻ്ററി നെറ്റ്ഫ്ലിക്സിൽ റിലീസായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിൽ ധനുഷ് NOC കൊടുത്തിട്ടില്ല എന്നുള്ളൊരു കേസൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള ഇഷ്യൂ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഇഷ്യൂവിൻ്റെ ഒരു ഫാക്ട് ചെക്ക് നമ്മളിവിടെ ഒരു ടോക്ക് ഷോയിക്കൂടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുക കേട്ടോ. പുതിയൊരു സംഭവമാണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. ഈ ടോക്ക് ഷോയ്ക്ക് നമുക്കൊരു ഗസ്റ്റ് കൂടി ഉണ്ട്. അതായത് തമിഴ് സിനിമയുടെ അത്യാവശ്യം അരച്ച് കലക്കി കുടിച്ച കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ല, അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുന്ന, ബാക്ക്ഗ്രൗണ്ടും സിനിമയുടെ ബാക്ക്ഗ്രൗണ്ടും നടന്മാരെക്കുറിച്ചൊക്കെ ആധികാരികമായിട്ട് അറിയുന്ന ഒരാൾ കൂടി നമ്മളോട് ജോയിൻ ചെയ്യുന്നുണ്ട്. ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം. അപ്പം നമ്മൾ മുൻപേ പറഞ്ഞ പോലെ ഇതൊരു ഫാക്ട് ചെക്ക് വീഡിയോ ആണ്. നയൻതാര ഫാൻസൊക്കെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു ഡോക്യുമെൻ്ററി അങ്ങനെ റിലീസായിരിക്കുകയാണ്. ആ റിലീസാവണേൻ്റെ ഒരു 2 ദിവസം മുന്നേ ഒരു ബോംബ് പൊട്ടിച്ചുകൊണ്ട് നയൻതാര ഇൻസ്റ്റാഗ്രാമിൽ അടിപൊളി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ ആ ഒരു പോസ്റ്റിൻ്റെ, അതായത് ആ പോസ്റ്റിൽ ധനുഷിനെ ബ്ലെയിം ചെയ്തുകൊണ്ടായിരുന്നു ഒരു കോപ്പിറൈറ്റ് കാര്യത്തിൻ്റെ പേരിൽ, ഒരു കോപ്പിറൈറ്റ് കേസിൻ്റെ പേരിൽ NOC കൊടുത്തില്ല എന്നുള്ള കാരണം. അപ്പോൾ നയൻതാര ഡോക്യുമെൻ്ററിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പാട്ട്, കാരണം അവരുടെ പ്രേമൊക്കെ വളർന്നു വന്നത് ആ ഒരു മൂവിയിലായിരുന്നു, ഞാനും റൗഡിതാൻ. അപ്പോൾ അതിൻ്റെ കുറച്ച് പോർഷൻസ് മ്യൂസിക് ആവാം, കുറച്ച് BGM ആവാം, കണ്ടന്റ് ആവാം, അത് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള NOC കൊടുത്തില്ല എന്ന കാരണത്താൽ നമ്മുടെ സ്വന്തം ധനുഷ് അണ്ണനെ അത് ബ്ലെയിം ചെയ്തുകൊണ്ട് ഒരു പോസ്റ്റ് നയൻതാര പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പോസ്റ്റിൻ്റെ ഫാക്ട് ചെക്കും കാര്യങ്ങളുമാണ് നമ്മൾ മെയിനായിട്ട് ഇന്നത്തെ ഒരു വ്ളോഗ്. അപ്പോൾ നമ്മൾ നോർമലായിട്ട് നമ്മൾ ട്രാവൽ വ്ളോഗുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ കൂടെ ചെയ്യാറ്. പക്ഷേ ഇതൊരു ടോക്ക് ഷോ ആണ്. അപ്പോൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ആക്ടറാണ് ചങ്ക എന്ന് തന്നെ പറയാം, ധനുഷ് അണ്ണൻ. അപ്പോൾ ധനുഷ് അണ്ണൻ്റെ പേരിലൊരു കോൺട്രവേഴ്സി ഇത്രയും വമ്പൻ രീതിയിൽ ഒരു ബോംബ് പൊട്ടി പോലെ വന്നൊരു സിറ്റുവേഷനാണ്. അപ്പം നമ്മൾ അതിൻ്റെ ഒരു ഫാക്ട് ചെക്ക് എന്ന നിലയിലാണ് ഈ ഒരു വ്ളോഗ് ചെയ്യണം. ഇത്രയും ഹോട്ടായൊരു ടോപ്പിക്കായ കാരണവും അതിൻ്റെ കറക്റ്റ് ഫാക്റ്റ് നമ്മുടെ ചാനലിൽ കൂടെ അല്ലെങ്കിൽ നമ്മുടെ ടോക്കിൽ കൂടെ ഡിസ്കസ് ചെയ്യുന്ന ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യാണ് ജ്ഞാനകുമാർ അണ്ണൻ. തമിഴ് മൂവീസിലൊക്കെ അത്യാവശ്യം തമിഴ് മൂവീസിൻ്റെ അടിവേര് തന്നെ അറിയുന്ന ഒരു വ്യക്തി എന്ന് തന്നെ പറയാം. കണ്ടന്റുകളുടെ കാര്യത്തിലും, അതായത് തമിഴ് മൂവീസിൻ്റെ ബാക്ക്ഗ്രൗണ്ടുകളുടെ കാര്യത്തിലും നല്ല രീതിയിൽ അനലൈസ് ചെയ്ത് കുറേ പോസ്റ്റുകളും കാര്യങ്ങളും ഡിസ്കഷൻസും ഒക്കെ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ചെയ്യുന്ന ആളാണ് ജ്ഞാനകുമാർ അണ്ണൻ. പുള്ളി ഇപ്പോൾ ഖത്തറിലുണ്ട്. അപ്പോൾ പുള്ളീൻ്റെ ഒരു ബൈറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പുള്ളിയും കൂടി നമ്മുടെ ജോയിൻ ചെയ്യണം. അപ്പോൾ വെൽക്കം ടു അവർ ടോക്ക് ഷോ. ഓക്കെ, അപ്പം ഇനി നേരിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം. നയൻതാരയുടെ വിവാഹ വീഡിയോ നെറ്റ്ഫ്ലിക്സിന് 25 crore മുകളിൽ ഒരു എമൗണ്ടിന് സെല്ലായ ബിയോണ്ട് ദ ഫെയറി ടൈൽ എന്ന നയൻതാരേൻ്റെ ആ ഒരു ഡോക്യുമെൻ്ററി, വെഡിങ് ഡോക്യുമെൻ്ററി, ഒരു സിനിമാറ്റിക് ഡോക്യുമെൻ്ററി. ആ ഡോക്യുമെൻ്ററി നയൻതാരയുടെ ബർത്ത്ഡേക്കാണ് റിലീസായത്. അപ്പോൾ ഈ ഡോക്യുമെൻ്ററി റിലീസ് ആവുന്ന ഒരു 2 ദിവസം മുന്നേ കോപ്പിറൈറ്റ് ഇഷ്യൂവിൻ്റെ പേരിൽ നമ്മുടെ ധനുഷ്, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഒരു നായകനായ ധനുഷിൻ്റെ പേരിലൊരു ബോംബ് പൊട്ടിച്ചുകൊണ്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ്, ആ പോസ്റ്റ് റിലീസാവുന്നത്. ശരിക്കും നമ്മളതിൽ നയൻതാര ഈ പുള്ളിനെ ബ്ലെയിം ചെയ്ത കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ശരിക്കും ഒരു ഫാൻ എന്ന നിലയിലൊക്കെ, നമ്മളൊക്കെ ധനുഷ് ഫാൻ കേട്ടോ, ഫാൻ നിലയിൽ നിങ്ങൾ ധനുഷ് ഫാനാണ്, ധനുഷ் ഫാൻ. നയൻതാര பிடிக்காத? அப்படி இல்ல, பிடிக்கும், ஒரு நடிகையா பிடிக்கும். ஓகே, ஆனா அவங்க சொல்ற உண்மைத்தன்மை வந்து இதுல இல்லைங்கிற தான் ஒரு பிளேம்னஸ் பண்ணும்போது இட்ஸ் a really trust or real fact we have to explain. ഓക്കെ, அந்த ഒരു ഫാക്ട്. അപ്പോൾ ആ ഒരു 3 പേജുള്ള ഒരു ഇതായിരുന്നു പുള്ളി പോസ്റ്റ് ചെയ്തത്. 3 പേജുകളുള്ള ഒരാളെ ബ്ലെയിം ചെയ്തുകൊണ്ടുള്ള, അതും ഒരു കോപ്പിറൈറ്റിന്റെ പേരിൽ. ആ ഒരു ഡോക്യുമെന്ററി റിലീസാകാൻ സാധിക്കാത്ത രീതിയിൽ NOC കൊടുത്തിട്ടില്ല ധനുഷ്. ഇതിന്റെ പേരിലാണ് അതിനെ ബ്ലെയിം ചെയ്തുകൊണ്ടുള്ള ഒരു പോസ്റ്റ്. അപ്പൊ ആ പോസ്റ്റിന്റെ ഒരു ഫാക്ട് ചെക്ക് കൂടി നമുക്ക് ചെയ്യണ്ടേ. അപ്പൊ ശരിക്കും പ്രിയപ്പെട്ട ധനുഷ് சொல்லிதான் தொடங்குறேன். ഓം നമ ശിവായ എന്ന് சொல்லி ക്ലോസ് പണിയിருக்கு. ഓം നമ ശിവായ എന്നൊരു ധനുഷ് എല്ലാ ടോക്കിൽ ഇന്റർവ്യൂലൊക്കെ അവസാനം പറയുന്ന ഒരു ഇതാണ്, റെസ്പെക്ട് ചെയ്തുകൊണ്ട് പുള്ളി ചെയ്യുന്ന ഒരു ക്ലോസ് ആണ് ഓം നമ ശിവായ. അതിനെ വരെ കളിയാക്കിക്കൊണ്ടാണ് നയൻതാര പോസ്റ്റ് ചെയ്തേക്കുന്നത്.
അപ്പൊ ശരിക്കും എന്തായിരുന്നു ആ പോസ്റ്റിനെ കുറിച്ച് ജസ്റ്റ് അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ആ പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ அவரு இதுல பரையிறது என்னன்னா ஃபர்ஸ்ட் எடுத்த உடனே அந்த லெட்டர்ல நான் வந்து தனி அதாவது சினிமா பேக்ரவுண்டே இல்லாம எந்த விதமான சப்போர்ட்டும் இல்லாம தனியா போராடி நான் ஜெயிச்சிருக்கேன். நீங்க வந்து உங்க அப்பா உங்க அண்ணன் மூலமாக நீங்க வந்து சினிமா திரைக்கு வந்தீங்க. தனுஷ் அப்பா அண்ணன். இது வந்து ஒரு அது மட்டும் இருந்தா பத்தாது. எத்தனையோ பேர் நடிகர்கள் அவங்க அப்பா இருக்காங்க, பையன் வரான், எல்லாருமே சாதிச்சிட முடியாது. திறமை இருக்கிறவங்க மட்டும்தான் திரையில சாதிக்க முடியும், நிலைச்சு நிற்க முடியும். எத்தனையோ பேர் வந்துட்டு சில பேர் காணாம போயிருக்காங்க. அப்ப அவரு தனுஷ் வந்து திறமையால தான் அவர் நிலைச்சு நிற்கிறாரு. அந்த வேர்ட்ஸ் அவங்க யூஸ் பண்ணியிருக்க கூடாது. அப்போ வந்து சினிமா ஃபீல்டில் வந்து அப்பா இருக்கும் போது பையன் வரக்கூடாதா அப்படிங்கிற ஒரு விஷயம் வந்து மனதளவில் எல்லாருக்குமே அது ஒரு பாதிக்கப்படுகின்ற ஒரு வேர்டை யூஸ் பண்ணியிருக்காங்க. அது வந்து ஒரு தப்பான ஒரு பார்வை. ഓക്കെ, സെയിം ടൈമില് നയൻതാര തന്നെ പറഞ്ഞിട്ടുണ്ട് അതില്, അതായത് ഒന്നുമില്ലാത്ത ആൾക്കാർക്ക് സിനിമയിലേക്ക് വരാം, ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആൾക്കാർ സിനിമയിലേക്ക് വരാം. എനിക്ക് തോന്നുന്നു വിഘ്നേഷ് അത് മെൻഷൻ ചെയ്തേക്കണെന്ന് തോന്നുന്നു. അപ്പൊ ധനുഷിനെ പറ്റി പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പനെയും അമ്മേനെയും സോറി അപ്പനെയും അവരൊക്കെ കോട്ട് ചെയ്തിട്ടൊക്കെയാണ് പുള്ളി സംസാരിക്കുന്നത്. ശരിക്കും ഒരു ബ്ലെയിമിംഗ് ആണ്. ഇതിന്റെ ഒക്കെ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പോസ്റ്റ് വായിക്കുമ്പോൾ തന്നെ, പിന്നെ അതിൽ ആ പോസ്റ്റ് പറഞ്ഞേക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നയൻതാരയുടെ എല്ലാ പ്രേക്ഷകരും എന്താ പറയാ ഒരു എക്സൈറ്റ്മെന്റില് കാത്തിരുന്ന ഒരു സാധനമാണ് ഈ ഒരു ഡോക്യുമെന്ററി. അപ്പൊ ആ ഡോക്യുമെന്ററിനെ നശിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു കലാകാരനായിട്ട് കൂടി, அதாவது தனிப்பட்ட வெறுப்பு உங்க மேல வந்து எனக்கு ஒரு தனிப்பட்ட வெறுப்பால தான் இந்த 3 நிமிடத்துக்கு 10 கோடி ரூபாய் കേൾക്കുറാങ്கிறது അവങ്ങളോட 3 മിനിറ്റ്സ് ആണല്ലോ ആ ഒരു അവരുടെ കണ്ടന്റ് യൂസ് ചെയ്തേക്കണേ. പിന്നെ ഒരു കോട്ട് കൂടി നയൻതാര അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് இந்த வீடியோவை வந்து தனிப்பட்ட முறையில வெறுப்பால இந்த வீடியோவை பிளாக் பண்ணணும். அதாவது இதை வந்து தடுக்கணுங்கிற ஒரு முயற்சி தான் அது. അതെ അതെ, ആ വീഡിയോനെ എന്തോ വൈരാഗ്യം വെച്ചിട്ട് ബ്ലോക്ക് ചെയ്യണം. പ്ലസ് കലാഹൃദയം ഉള്ള ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കൂടി ചോദിച്ചേക്കണേ. ഒരു ആർട്ട് മൈൻഡുള്ള ഒരാള്, ഒരു കലാമേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാള് ഈ ഒരു സംഭവത്തിനെ ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയധികം മോശപ്പെട്ട ഒരു കാര്യമാണെന്ന് പറഞ്ഞ് ബ്ലെയിം ചെയ്തിട്ടുണ്ട്. അതായത് നയൻതാരയുടെ ഫാൻസ് തമിഴിൽ തന്നെ சொல்லுவ ഫാൻസ് வந்து ரசிகர் തമിഴ് രസികരെ എല്ലാവരെയും ഒരു വിഷമത്തിലാക്കിക്കൊണ്ടാണ്, ഭയങ്കര ഒരു വലിയൊരു ഡിസാസ്റ്റർ പോലെയാണ് ഈ നയൻതാര ഇതിനെ പറയണേ. പക്ഷെ ഇതിന്റെ ഒക്കെ കഥ തുടങ്ങണം. ഇപ്പൊ ഇത്രയും നയൻതാര ബ്ലെയിം ചെയ്ത കാര്യം പറഞ്ഞു, ധനുഷ് ഇതുവരെ റെസ്പോണ്ട് ചെയ്തിട്ടില്ല. ധനുഷ് ഇത് റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്യൂ അവിടെ ക്ലോസ് ആവോ കോൺട്രവേഴ്സി ആവോ കൂടുതൽ? അതെന്താ உங்களுக்கு என்ன தோணுது? அது வந்து அவரு இப்போதைக்கு அவங்க வந்து ஷூட்டிங்ல இருக்காங்க. இட்லின்னு ஒரு படம் ஒன்று எடுத்துட்டு இருக்காங்க. அதனால அவங்க ஷூட்டிங்ல இருக்கிறதால இது வரைக்கும் எந்த விதமான பதிலும் அவங்க கொடுக்கல. பட் அதுக்கு முன்னாடியே வந்து இதுக்கு பதில் கொடுக்கலன்னா நம்ம தெரிஞ்சுக்கணும் யாரு பக்கம் உண்மையான நியாயம் இருக்கு. சண்டை வேணாம்னு நினைச்சுதான் மேபி சண்டை வேணாம் இல்லைன்னா வேறொரு பாயிண்ட் உண்டு. இது ரிலீஸ் பண்ணதுக்கு 2 நாள் முன்னாடி தான் இந்த இஷ்யூ போட்டிருக்கு. அது எதுக்கு? எல்லாருமே இந்த வீடியோ எதிர்பார்த்துட்டு இருக்கேன்னு சொல்றேன். ஆனா இதுக்கு ரீச் வேணும். கண்டிப்பா மேபி ரீச்சுக்காகவும் நெக்ஸ்ட் டேல இது போடலாம். கண்டிப்பா இது ஒரு ரீச்சுக்காக, ஒரு பப்ளிகேஷனுக்காக கூட ஒரு ஒரு இந்த மாதிரி ஒரு வைரல் ஆகணும். ஒரு ஸ்டேட்மெண்ட், ஒரு நடிகர் ஒரு பெரிய பொசிஷன்ல இருக்காரு, அவரை பத்தி ஒரு தப்பான ஸ்டேட்மெண்ட் கொடுக்கறதால இந்த வந்து வீடியோவும் பாக்குறதுக்கு வைரலாக ஒரு முக்கியமான ஒரு காரணகர்த்தா இருக்குங்கிறதுக்காக இதை பண்ணிருக்கலாம்னு தோணுது എനിക്ക്. നമ്മൾ അനലൈസ് ചെയ്ത് വെച്ചിട്ട് ഈ നയൻതാരയുടെ ബിയോണ്ട് ദ ഫെയർ ടെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം കാത്തിരിക്കുന്ന പ്രേക്ഷകരൊക്കെ വളരെ കുറവായിരുന്നു. ഇപ്പൊ നമ്മൾ തന്നെ നമ്മുടെ സർക്കിളിൽ തന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ കുറെ പേരൊക്കെ അത് മറന്നുപോയി കളഞ്ഞു. പക്ഷെ ഈ 2 നാളില് റിലീസ് ആണതൊക്കെ തൊട്ട് മുന്നാടി എല്ലാരും ഇതേപ്പറ്റി പേസിട്ടിരിക്കെ. ഇതെന്താ സംഭവം, ഇത് എങ്ങനെയും കാണുന്ന ആൾക്കാര് ഇതേപ്പറ്റി സംസാരിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു പോയിന്റ് കൂടി ഇവിടെ ബൂസ്റ്റായി. இல்ல இந்த ஸ்டேட்மெண்ட் அவங்க கொடுத்ததுக்கு அப்புறம் இது வந்து எப்படி வந்து விக்னேஷ் சிவன் எப்படி வந்தாரு, ஒரு இயக்குனரா டைரக்டரா எப்படி வந்தாரு, தனுஷுக்கும் விக்னேஷ் சிவனுக்கும் உள்ள தொடர்பு, நயன்தாரா அவர்களை வைத்து படம் முதல் தயாரித்தது யார் என்று எல்லாருக்கும். വിഘ്നേഷ് ശിവനോட ഫസ്റ്റ് പടം ഏതായിരുന്നു? പോടാ പോടി, സിംബുവിന്റെ പടം. സിംബുവിടെ അത് ഫ്ലോപ്പ്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് പടം വന്നിട്ട് നാനു റൗഡി.
ഓക്കെ. അപ്പോൾ എനിക്കും അറിയണം, നമുക്കും അറിയണ ഒരു നോളജ് വെച്ച് മീഡിയയിലെ കണ്ടന്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു നോളജാണ്. വിഘ്നേഷ് ശിവന്റെ ഫസ്റ്റ് പടം പോടാ പൊടിയായിരുന്നു. പോടാ പൊടി ചിമ്പുൻ്റെ ഒരു പടം നമ്മൾ കണ്ടിട്ടുള്ള മൂവിയാണ്. അപ്പോൾ ഈ പടം നല്ല അട്ടർ ഫ്ലോപ്പായിരുന്നു. ആ പടം കഴിഞ്ഞ് വിഘ്നേഷ് ശിവൻ ചെന്നൈയിലെ ഒരു പെയിൻ ഗസ്റ്റ് ആയിട്ട് കരിയറിലും ഒരു സെറ്റാവാതെ സാമ്പത്തികമായിട്ടും വലിയൊരു ഇതുകളൊന്നും ഇല്ലാണ്ട് അവന്റെ കഴിവുള്ള മനുഷ്യനായിരുന്നു. വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു പുള്ളിയാണ്. ലിറിക്സ് എഴുതും, അതുപോലെ തന്നെ ക്യാപ്ഷൻ റൈറ്റിങ്ങും, ബാക്ക്ഗ്രൗണ്ട് ഈ സ്ക്രീനിങ്ങിലെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ പുള്ളി കുറെ അസിസ്റ്റൻസ് ആയിട്ടും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറെ കഴിവുകളുള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ പുള്ളിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലാണ്ട് കിടക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ആ ടൈമിൽ. ആ ടൈമിലാണ് എനിക്ക് തോന്നുന്നത് ഐശ്വര്യ അങ്ങോട്ട് പ്രൊഡ്യൂസ് ചെയ്ത ഒരു മൂവിയിൽ ഇവര് ക്യാപ്ഷൻ മേക്കിങ്ങോ അങ്ങനെ എന്തോ ആയിട്ട് പുള്ളി സ്ക്രിപ്റ്റിലോ ഏതെങ്കിലുമൊക്കെ പുള്ളി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു മുന്നോട്ട് വരേണ്ട റോൾ അല്ലായിരുന്നു. എന്നാൽ ബാക്ക്ഗ്രൗണ്ടിൽ പുള്ളി അത്യാവശ്യം നല്ല രീതിയിൽ അതിൽ വർക്ക് ചെയ്തായിരുന്നു. അതിലാണ് ഈ വിഘ്നേഷ് ശിവനും ധനുഷും തമ്മിലുള്ള ഒരു റിലേഷൻ സ്റ്റാർട്ട് ആവണത്. അപ്പൊ ധനുഷ് ഒരു നല്ല മനുഷ്യനാണെന്ന് നമുക്കറിയാം. നമുക്ക് പുള്ളിന്റെ പടത്തിൽ കൂടെ തന്നെ നമുക്ക് അറിയുള്ളൂ. പക്ഷെ അണ്ണന് കുറച്ച് പേഴ്സണലായിട്ടും കൂടി അവരുടെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയുന്നതുകൊണ്ട് അറിയാം ഒരു നല്ല മനുഷ്യനാണ്. അപ്പൊ പുള്ളി ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കും. അപ്പൊ പുള്ളി ആ സമയത്ത് തന്നെ നമ്മുടെ വിഘ്നേഷ് ശിവന്റെ കയ്യിൽ സ്റ്റോറി ഉണ്ടായിരുന്നു അല്ലെ? വിഘ്നേഷ് ശിവന്റെ കയ്യിൽ ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു. അതാണ് നാനും റൗഡിദാൻ, നയൻതാരയുടെ പ്രണയം പൂത്ത പടം ഞാൻ റൗഡിദാൻ. അപ്പോൾ ആ മൂവി ധനുഷിനോട് പറഞ്ഞു. ധനുഷ് അതൊരു 5 to 6 crore എത്രയായിരുന്നു? ആ ക്രോറിൽ ഓക്കെ ആ പടം നമുക്ക് ചെയ്യാം. ആ സമയത്ത് വിജയ് സേതുപതി മൂവിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. വിജയ് സേതുവിനെ കാസ്റ്റ് ചെയ്യാം. പ്ലസ് നയൻതാരയോട് ആ സമയത്ത് നയൻതാര ധനുഷ് അവരൊരു ക്ലോസ് ആയിരുന്നു. അവര് തമ്മിൽ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കമ്പനിയിലായിരുന്നു നയൻതാര ധനുഷ് ഇരുന്നത്. അപ്പൊ നീ പോയി നയൻതാരയോട് സംസാരിക്കുക. അപ്പോൾ ഇവിടെ സംഭവിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഒരു വഴി തുറന്നു കൊടുക്കുകയാണ്. ഒരു കലാകാരനാണ്, കഴിവുള്ള മനുഷ്യനാണ്. അത് കണ്ട് ഇപ്പൊ കലാകാരൻ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് അതൊക്കെ അറിയുമെന്ന് പറയും. നയൻതാര ബ്ലെയിം ചെയ്ത കാരണമാട്ടോ നമ്മൾ ഈ പോയിന്റോട് സംസാരിക്കണേ. ആ പോസ്റ്റിൽ അത് നല്ല രീതിയിൽ ബ്ലെയിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കലാകാരനെ മനസ്സിലാക്കി ആ പുള്ളിക്കാരന് ഒരു വഴി തുറന്നു കൊടുക്കുകയാണ്. നിങ്ങൾ പോയി സംസാരിക്കും. അങ്ങനെ വിഘ്നേഷ് ശിവൻ പോയി நயன்தாரோட போய் கதையை சொல்லி அதுக்கப்புறம் விஜய் சேதுபதி அவர்கள்ட்டையும் கதை சொல்லி அந்த கதையை ஓகே பண்ணி எக்ஸிக்யூட் ஆகி அந்த படத்தை வந்து எடுத்த இடம் தான் பாண்டிச்சேரி. இவங்க வந்து கேரவன்ல இவங்க 2 பேரும் கலந்துரையாடல் தான் அதிகமாயிட்டு. அதனால ஒரு நடிகைக்கும் ஒரு இயக்குனருக்கும் உள்ள அந்த கலந்துரையாடல் ஒரு விதத்துல காதல் பூத்து மலர்ந்து மிகப்பெரிய விஷயமாயி തമിഴിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കലയാണ്. ഒരു കല അല്ലെങ്കിൽ ആ കല വളരാൻ ഒരു കലാകാരനെ വളർത്താൻ, അതുപോലെ തന്നെ ധനുഷ് ആഗ്രഹിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ പുള്ളിക്ക് പ്രോഫിറ്റ് കൂടി വേണം. അപ്പൊ ഈ ഒരു കൺസെപ്റ്റിലാണ് ആ പടം സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ഈ പടം തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞു. പിന്നെ സംഭവിച്ചുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 crore തുടങ്ങേണ്ട പടം 8 crore ആയി, 10 കോടിയായി, 15 16 ഇതിന്റെ ഇടയിൽ നയൻതാരയും വിഘ്നേഷും തമ്മിലുള്ള ഒരു ബോണ്ട് ഭയങ്കരമായിട്ട് ക്ലോസ് ആയി. അത് നമ്മൾ മോശം പറയുന്നില്ല കേട്ടോ, അത് പുള്ളിയുടെ കഴിവ്. പുള്ളി കരിയറിൽ സെറ്റായിട്ട് വലിയൊരാളായി നല്ല നിലയിലേക്ക് മാറേണ്ടി വരും. പുള്ളി നയൻതാരയാണ് ഫോക്കസ് ചെയ്തു. അതും നല്ലൊരു മൂവായിരുന്നു. അത് പുള്ളിന്റെ ഒരു സ്മാർട്ട്നെസ് കാര്യങ്ങളും പുള്ളിയുടെ ഐഡിയയും. നയൻതാരയ്ക്കും ഒരു കൈൻഡ്നെസ്സോ ലവോ പുള്ളിയിൽ ഫീൽ ചെയ്തു. പിന്നെ നടക്കുന്ന പറഞ്ഞ ഇപ്പൊ ലാസ്റ്റ് റിലീസായ ഒരു കോട്ട് നമ്മളിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അതായത് പുള്ളി ധനുഷിന്റെ കൂടെ ആ സമയത്ത് പ്രൊഡക്ഷൻ ടീമിലുണ്ടായിരുന്ന ഒരാളുടെ ഒരു പോസ്റ്റാണ്. ഒരു 6 hour 7 hour ഒക്കെ ഷൂട്ടിംഗ് നടന്ന അതിൽ 3 hour ആണ് അവർ ഷൂട്ടിങ്ങിന് വേണ്ടി ഇറങ്ങുള്ളൂ. ബാക്കിയുള്ള ടൈം ഫുൾ അവർ രണ്ടുപേരും കാരവാനിലായിരിക്കും. അത് അവരുടെ പേഴ്സണൽ കാര്യം, അതൊന്നും നമുക്ക് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ഇവിടെ നടന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് കൂടി 16 crore வரைக்கும் போல. 16 ப்ரொடக்ஷன் காஸ்ட் வந்து 6 crores அதிகமாகி 16 கோடி கிட்ட போயிட்டு அதனால தனுஷ் அவர்களுக்கு இது ஒரு மிகப்பெரிய ஒரு நஷ்டமான விஷயம் ஏற்பட்டதால படத்தை வந்து விற்கிற நிலைமைக்கு வந்து நயன்தாரா அவர்கள் கையிலேருந்து காசு போட்டு இந்த படத்தை ரிலீஸ் பண்ணி அதனால வந்து இந்த படத்தால அவருக்கு வந்து ஒரு பெரிய ஒரு ப்ராஃபிட் கிடைக்கல. அதனால ஒரு நஷ்டம் ஏற்பட்டு ஒரு ப்ரொடியூசருங்கிற வகையில் அவருக்கு வந்து என்ஓசி நார்மலா கேட்டுட்டு தான் இவங்க அந்த மெட்டீரியலை யூஸ் பண்ணணும். പ്രൊഡക്ഷൻ ടീം അപ്പുറം പ്രൊഡക്ഷൻ ടീം വിളിച്ചു പറഞ്ഞ ധനുഷിനെ, അതായത് സെറ്റിൽ നടക്കുന്ന വിഷയങ്ങൾ ഇങ്ങനെയല്ല, കോസ്റ്റ് കൂടാൻ കാരണം തന്നെ ഒരു ലവ്വേ ഇംപ്രസ് ചെയ്യാവുന്ന രീതിയിൽ പടത്തിന്റെ കുറെ വർക്കുകൾ മാറുകയാണ്. നമ്മുടെ വിഘ്നേഷ് ശിവൻ സ്വന്തമായിട്ട് എഴുതിയ ലിറിക്സ്
അതിൽ നല്ലൊരു അടിപൊളി ലിറിക്സ്. ആ പടത്തിൽ അതൊരു ഭയങ്കര ഹൈലൈറ്റ് ആയിരുന്നു. ആ പടത്തിന് അത് ഭയങ്കര ബ്യൂട്ടിയാണ് കൊടുത്തത്. ആ പാട്ടും കാര്യങ്ങളൊക്കെ അത് ആ പടത്തിന് വേണ്ടിയല്ലായിരുന്നു പുള്ളി ചെയ്തത്. തൻ്റെ പ്രണയിനെ എങ്ങനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയായിരുന്നു പുള്ളി കൂടുതൽ വർക്കുകൾ ആ പടത്തിലേക്ക് ആഡ് ചെയ്ത് കൊണ്ടുവന്നത്. അപ്പോൾ ലൊക്കേഷൻസ് മാറുന്നു, സീനുകൾ മാറുന്നു, എടുക്കേണ്ട ടൈമുകൾ മാറുന്നു. അതുപോലെ തന്നെ ഈ പ്രൊഡക്ഷൻ ടീം ഫുള്ള് വെയിറ്റിംഗ് ആണ്. അപ്പോൾ ലോസിന്റെ മേളിൽ ലോസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 16 കോടിയുടെ മേളിലേക്ക് കഥ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു സോങ് കൂടി ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ധനുഷിനോട് പറയാണ്, ഇനിയും ഒരു 3 crore 4 crore എന്തോ വേണം, ഒരു സോങ് കൂടി നമുക്ക് ക്ലാസ് ആയിട്ട് ഷൂട്ട് ചെയ്യണം. ആ സമയത്ത് ധനുഷ് പറഞ്ഞു, സ്റ്റോപ്പ്, ഞാൻ ഈ പടം ഡ്രോപ്പ് ചെയ്യാം, നീ നിന്റെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും എടുത്തോ. അങ്ങനെയാണ് ഈ ധനുഷും വിഘ്നേഷും തമ്മിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഷണ്ട സ്റ്റാർട്ട് ചെയ്യണേ. അങ്ങനെ ആ പടം എടുക്കാൻ വേണ്ടി നയൻതാര ഫണ്ട് കൊടുക്കണം. അങ്ങനെ ആ പടം കംപ്ലീറ്റ് ചെയ്യണം. പക്ഷെ ആ പടം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതോടുകൂടി വിഘ്നേഷ് ശിവന്റെ ഒരു ഡെസ്റ്റിനി സെറ്റ് ചെയ്തോടെ പുള്ളിയും നയൻതാരം തമ്മിലുള്ള ഒരു കാര്യം ക്ലോസ് ആയി. ആ സെയിം ടൈമിൽ തന്നെ എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ തൻ്റെ ഫ്രണ്ടായിരുന്ന ധനുഷായിട്ട് ഇവര് നയൻതാരയ്ക്കും വിഘ്നേഷ് ശിവനും രണ്ടുപേർക്കും ഒരു ഇടയിൽ നല്ല ബോട്ടിയായി ചണ്ടയായി. അതായത് വിഘ്നേഷ് ശിവനോട് അത്രയധികം ക്ലോസ് ആയ ഒരു നയൻതാരയ്ക്ക് വിഘ്നേഷ് ശിവനായിട്ട് ഉടക്കുള്ള ഒരാളെ എന്തായാലും സ്നേഹിക്കാൻ പറ്റില്ല, അതായത് ഇഷ്ടപ്പെടാൻ പറ്റില്ല. അപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ മറന്ന് വഴി വെട്ടിക്കൊടുത്ത ധനുഷിനെ മറന്ന് വിഘ്നേഷിന്റെ ഒരു കരിയറിലേക്ക് മുന്നോട്ട് പോകണം. ഈ ഒരു സിറ്റുവേഷനാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ ഒരു നിലമേലിരിക്കുന്ന ആള് ഒരു NOC വന്ന് കേട്ടാ കൊടുക്കുമോ இல்லையா? கண்டிப்பா கொடுக்கும். அவர் நேரடியா கேட்டிருந்தா கொடுத்துருக்கும். ஓகே. അങ്ങനെ ഒരു பின்வழி, அதாவது ஒரு நபரை நம்ம எந்த அளவுக்கு நேர்மையா உள்ள ஒரு நபர்கிட்ட போயிட்டு നേരാ കേൾക്കുന്നത് തന്നെ നാഗരികം. അത് പോയിന്റാണ്. നല്ലൊരാളെ കൊടുക്കുന്നതാണ് പറയണത്. നല്ലൊരു വ്യക്തിയാണെങ്കിൽ പുള്ളി അത് കൊടുക്കുന്ന പറയണേ. പക്ഷെ ഇതിന്റെ ബാക്കിൽ വേറൊരു കാര്യമുണ്ട്. നയൻതാരയോ വിഘ്നേഷോ ഡയറക്റ്റ് ആയിട്ട് ഇവരുടെ അടുത്ത് പോയിട്ട് അപ്രോച്ച് ചെയ്തിട്ടില്ല ഈ ഒരു NOCക്ക് വേണ്ടി. കാരണം നയൻതാരയുടെ വെഡ്ഡിങ് ഡോക്യുമെന്ററി എന്ന് പറഞ്ഞൊരു സംഭവം വരുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, അതായത് തുടക്കം തൊട്ട് പ്രണയം തുടങ്ങിയ തൊട്ട് വെഡ്ഡിങ് വരെ എത്തുന്ന ഒരു സംഭവമാണ് ഡോക്യുമെന്ററിയിൽ അവർ ചെയ്യാൻ ഉദ്ദേശിക്കണേ. പക്ഷേ അതിൽ നാനും റൗഡിദാൻ എൻ്റെ മൂവിയിലത്തെ പാട്ടുകളും മൂവി ഭാഗങ്ങൾ ഈ ഭാഗങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും അവിടുത്തെ കാര്യങ്ങളൊക്കെ അതൊരു വിഷയമായിട്ട് അതിനെ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ ആ മൂവിക്ക് ഒരു ഭംഗി ഉണ്ടാവില്ല. കാരണം അത് കോറായിട്ടുള്ളൊരു പോർഷനാണ്. അപ്പോൾ ആ സംഭവം ഇവർക്ക് ഡയറക്റ്റായിട്ട് പോയി ചോദിക്കായിരുന്നു. അപ്പോൾ രണ്ടുപേരുടെ ഇടയിൽ ഒരു വൈരാഗ്യമുണ്ട്, അവർ ഡയറക്റ്റായിട്ട് ചോദിച്ചില്ല. ஆனால் இவங்க கேட்ட விதம் தவறான விஷயம். அதாவது எப்படி கேட்கணும்னா ஒரு நபர்கிட்ட நேரடியாக இவங்க அப்ரோச் பண்ணியிருக்கணும். அதாவது தனுஷோட மேனேஜர்கிட்ட போயிட்டு நான் மச்சான் NOC கொஞ்சம் கையெழுத்து போட்டு அனுப்புப்பா அப்படின்னா அவங்களுக்கு கண்டிப்பாக என்னடா இது நம்மள்ட்ட நேராக கேட்காம நம்மள்ட்ட வேலை பார்க்குறவங்கள்ட்ட போயிட்டு பின்புறமாக கேட்குற ஒரு விஷயம் இருக்குது அப்படிங்கிறது ഒരു മെയിനാണ് ഒരു തവറുതലാണ് വിഷയം. അതായത് ഡയറക്റ്റായിട്ട് ഇവർ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കൊടുക്കായിരുന്നു. പക്ഷേ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ധനുഷും വിഘ്നേഷുമായിട്ട് കണക്ഷൻ ഉള്ള സമയത്ത് ഉണ്ടായിരുന്ന മാനേജേഴ്സ് ധനുഷിൻ്റെ മാനേജറിനെ ഡയറക്റ്റായിട്ട് വിളിച്ചു, മച്ചാ അളിയാ ആ ഇതൊന്നും സൈൻ ചെയ്ത് അവർ NOCക്ക് വേണ്ടി ജസ്റ്റ് കോൾ ചെയ്യാണ്, അളിയാ അതൊന്നും സൈൻ ചെയ്ത് സിമ്പിളായിട്ട് സൈൻ ചെയ്താ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്രോച്ച് ചെയ്യണേ. ഇവരുടെ രണ്ടുപേരുടെയും മനസ്സിൽ ഇന്നും ആ ഒരു ധനുഷിനോട് അവരോടുള്ള ആ ടീമിനോടുള്ള ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അവർക്ക് ഡയറക്റ്റായിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പോൾ ആ ദേഷ്യം തന്നെയാണ് എനിക്ക് തോന്നണേ ഈ ഒരു ഇഷ്യൂവിലും അവരുടെ പോസ്റ്റിലും ഒക്കെ റിഫ്ലക്ട് ചെയ്തേക്കണം. ஒருத்தரோட விஷயத்த அவங்கள்ட்ட நேராக கேட்டு அவங்களே மதித்து அவங்கள்ட்ட கேட்டிருந்தா கண்டிப்பாக இது கிடைச்சிருக்கும். இவங்க கேட்ட விதங்கள் தவறான விஷயங்கள். പിന്നെ അത് കൂടാണ്ട് പൊളിറ്റിക്കൽ പവർ ഉപയോഗിച്ചു കൂടി പറയണം അല്ലേ? எஸ். என்னன்னா ஒரு நண்பனாக அவங்க கேட்டிருந்தாங்கன்னா கண்டிப்பாக அவர் கொடுத்துருப்பாரு. ஆனால் இதில் பொலிட்டிக்கல் பவர்லாம் அவங்க யூஸ் பண்ணதால் ஒரு மீடியாக்கெலாம் இந்த அளவுக்கு பண்ணுறதால கூட அவங்க கொடுக்காம இருந்திருக்கிறதுக்கு ഒരു കാരണமாக இருக்கலாம். അങ്ങനെ നയൻതാര വെഡ്ഡിങ് ഡോക്യുമെൻ്ററി എന്തായാലും റിലീസായി. കേസ് ഓൾറെഡി പോയിക്കൊണ്ടിരിക്കുകയാണ്. 10 കോടിയാണ് പുള്ളി കോമ്പൻസേഷൻ ചോദിച്ചേക്കണേ ആ ഒരു 3 മിനിറ്റിൻ്റെ പോർഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഇനി അത് കേസും കാര്യങ്ങളൊക്കെ വരും. ഇനി അതിൻ്റെ ഫാക്റ്റൊക്കെ ചെക്ക് ചെയ്ത് അതിൻ്റെ ജെന്യൂനിറ്റിയും കാര്യങ്ങളൊക്കെ കോടതി ലീഗലായിട്ട് ചെക്ക് ചെയ്ത് അതെങ്ങനെ ഉപയോഗിച്ചു, ആ ഉപയോഗിക്കണതുകൊണ്ട് എത്രത്തോളം ഇവർക്ക് ലാഭമുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ തന്നെ നയൻതാര ക്ലിയർ ആയിട്ട് ഫസ്റ്റ് പോർഷനിൽ തന്നെ പറയുന്നുണ്ട്. അതായത് നമ്മുടെ ലൈഫിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് മൂവ്മെൻറ്റ്സ് ഒക്കെ അവരുടെ ഫാൻസിനെ കാണിക്കുമ്പോൾ ഫാൻസിന് കിട്ടുന്ന സന്തോഷം ഇതാണ് ഈ പുള്ളി ഇതിൽ കൂടെ എക്സ്പെക്ട് ചെയ്യണമെന്നാണ് ഈ ഒരു ക്രിയേഷനിൽ കൂടെ. പക്ഷെ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം 25 crore മുകളിലാണ് ഈ സംഭവം സെയിലായിക്കണേ. എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു
ബിസിനസ് തന്നെയാണ് ஆமா അല്ലേ? ஒரு കണ്ടിപ്പോ അതൊരു ஒரு கல்யாணங்கிறது ஒரு தனிப்பட்ட நபரோடது. ஆனா இவங்க அதை வந்து பிசினஸ் ஆக்கிட்டாங்க. அதாவது பத்திரிகையாளர்களை கூட அந்த கல்யாணத்துல யாருமே இன்வைட் பண்ணாம அவங்களுக்கு ஒரு மரியாதையும் இல்லை, ஒரு மதிப்பும் இல்லை. யாருமே മീഡിയക്കാർക്ക് ആരും എൻട്രി ഉണ്ടായിരുന്നില്ല അല്ലേ? ഓക്കെ, നെറ്റ്ഫ്ലിക്സിന്റെ പ്രൊഡക്ഷൻ ടീമിന് മാത്രമാണ് ആ കവർ ചെയ്യാനും ഇതിനൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നയൻതാര ഫാൻസിനെയും അവരൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നെങ്കിൽ മീഡിയയും അവരൊക്കെ വന്നിട്ട് അവർക്കും ഈ കണ്ടന്റ് ഒക്കെ കൊടുക്കായിരുന്നു. പക്ഷെ ഇത് പ്യുവർ ഒരു ബിസിനസ് തന്നെയാണെന്നാണ് പറയുന്നത്. ആ ഓക്കെ. എന്നിട്ടാണ് പുള്ളിയുടെ പോസ്റ്റിലും ഈ വീഡിയോയുടെ തുടക്കത്തിലൊക്കെ പുള്ളി പറയണത് ഇത് ആളുടെ അരിമ ഫാൻസിന് വേണ്ടിയുള്ള അവരുടെ ഒരു ഹാപ്പി ലൈഫ് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു തുറന്നു കാട്ടൽ. അതുപോലെ തന്നെ അവരുടെ പ്രണയത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ. പ്രണയത്തിന്റെ തുടക്കം ഈ ഞാൻ റൗഡിത എന്ന് പറഞ്ഞ ഒരു പടത്തിന്റെ പോർഷൻ ഇല്ലാണ്ട് കംപ്ലീറ്റ് ആവില്ല. അതുകൊണ്ട് എന്തായാലും അത് ഉപയോഗിച്ചേ പറ്റൂ. അപ്പൊ എന്തായാലും പടം കഴിഞ്ഞു, ഇവർ രണ്ടുപേരും സെറ്റായി, ഇവരുടെ ഹാപ്പി ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. നമ്മളെല്ലാവരും വീഡിയോ കൂടെ കാണാണ് വളരെ ഹാപ്പി ആയിട്ട് രണ്ട് കുട്ടികളും ഇവരൊക്കെ ആയിട്ട് അവർ അടിപൊളിയായിട്ട് ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് അങ്ങനെ തന്നെ ഹാപ്പി ആയിട്ട് തന്നെ പോട്ടെ. പക്ഷെ അതിന്റെ പേരിലും ചെറിയൊരു ബിസിനസ് മൈൻഡോട് കൂടിയാണ് ഈ സംഭവം, ഈ ബ്ലെയിമും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. അതിന് പക്ഷെ മുന്നേ അവർക്കെല്ലാം ആയിരുന്നു. നയൻതാരയ്ക്കാണെങ്കിലും അല്ലെങ്കിൽ വിഘ്നേഷിനാണെങ്കിലും അവരുടെ ലൈഫിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു. കരിയറിന്റെ ഇതിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളായിരുന്നു. പക്ഷെ ഈ ഒരു സിറ്റുവേഷൻ വന്ന് അവരൊക്കെ സെറ്റായി കഴിഞ്ഞപ്പോൾ ആ പഴയ വന്ന വഴിയും കാര്യങ്ങളൊക്കെ അവർ മറക്കണു, അണ്ട് വേറെ ഒരു ലെവലിലേക്ക് പോകണു. ആ ഒരു ബിസിനസ് മൈൻഡോട് ഒരു പോസ്റ്റ് വരണു. അപ്പോൾ അതൊക്കെ നമുക്ക് ശരിക്കും ഒരു സാഡ് ഫീലിംഗ് ആണ് നമുക്ക് തന്നത്. അപ്പോൾ അതാണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനും ഈ ഒരു വ്ളോഗ്, ഈ ഒരു കണ്ടന്റ് ആയിട്ട് നമ്മൾ ഈ വ്ളോഗ് ചെയ്യാനൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ട്. അല്ലാണ്ട് നമ്മളും ആരെയും ഇപ്പൊ നയൻതാരേനെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ധനുഷിനെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യാനോ വേണ്ടിയല്ല നമ്മളിപ്പോൾ ഈ വ്ളോഗ് ചെയ്യുന്നത്. ഒരു ഫാക്ട് ചെക്ക്. അപ്പം നമുക്ക് ശരിക്കും അതിന് പറ്റിയ ഒരു ആളെ തന്നെയാണ് നമുക്ക് ഇന്ന് നമ്മുടെ കൂടെ കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ കൂടെ ഇത്രയും സമയം സ്പെൻഡ് ചെയ്ത ജ്ഞാനകുമാർ അണ്ണന് 1000 താങ്ക്സ്. അപ്പോ നയൻതാരയുടെ ബിയോണ്ട് ദ ഫെയറി ടെയിൽ ആ വെഡിങ് വീഡിയോ കത്തിക്കയറട്ടെ. നയൻതാര ഫാൻസ് ഒക്കെ ശരിക്കും എൻജോയ് ചെയ്യട്ടെ. തമിഴിലും കൂടി ഒരു വിശ്വസ് കൊടുത്തരാം நயன்தாரா அவர்கள் ஒரு நல்ல ஒரு நடிகை. ஆனா ஏணி ஏறி ஒருத்தர் மேல போய் நம்ம ரீச் ஆன பிறகு அந்த ஏணியே தள்ளி விட்டு மறந்துடுறாங்க. அப்படி ஒரு ஏணியா இருந்தது நம்ம தனுஷ் அவர்கள். அதாவது தனுஷ் அவர்கள் ஒரு நல்ல எத்தனையோ பேரை கலைஞர்களை வாழ வச்ச நல்ல ஒரு நடிகர். அவர் மேல ஒரு கரையை காமிச்சு இந்த பிகைண்ட் த மேரேஜ் வீடியோ நெட்ஃப்ளிக்ஸ்ல ரிலீஸ் ஆனதுக்கு ஒரு விளம்பரமாக இதை ஒரு வைரலா ஒரு விஷயத்தை யூஸ் பண்ணியிருக்காங்களோன்னு ரசிகரா எங்களுக்கெல்லாம் தோணுது. അപ്പൊ നമ്മുടെ ജ്ഞാനകുമാർ അണ്ണൻ ആളുടെ വിലപ്പെട്ട എത്ര സമയം, പുള്ളി ഖത്തറിലുള്ള കാരണമാണ് നമുക്ക് പുള്ളിനെ ഇന്ന് കിട്ടിയത്. അപ്പോൾ പുള്ളിയുടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് നമുക്ക് വേണ്ടി ഇവിടെ വന്ന് കുറേ കാര്യങ്ങളൊക്കെ ആധികാരികമായിട്ട് നമ്മോട് സംസാരിച്ചു. അപ്പോൾ പുള്ളിക്കും ഇതുപോലെ തന്നെ എൻ്റെ ചാനലിൻ്റെ പോലെ തന്നെ നമ്മുടെ പൊളിഡാഡ് ഒഫീഷ്യൽസിലും അതുപോലെ തന്നെ പുള്ളിയുടെ മോർണിംഗ് മൂൺസിലും 2 ചാനലിലും നമ്മൾ ഈ വ്ളോഗ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പുള്ളീൻ്റെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. നയൻതാരയുടെ വെഡ്ഡിങ് ഡോക്യുമെൻ്ററി എല്ലാവരും പോയി കാണാം. പുള്ളിൻ്റെ ലൈഫും കാര്യങ്ങളും ആ പ്രണയവും ഇതുവരെയുള്ള ജീവിതവും നല്ല ഹാപ്പി ആയിട്ട് അവർ ജീവിച്ചു പോവാണ്. അതിൻ്റെ ഒരു സ്റ്റോറിയാണ്. അത് ഭംഗിയായിട്ട് അതിൽ ചെയ്തിട്ടുണ്ട്. ഈ ഇഷ്യൂവിൻ്റെ കാര്യം മറന്നു കഴിഞ്ഞാൽ പക്ഷെ വളരെ രസകരമായിട്ട് അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു നടിയാണ്. ഒരു ഹാപ്പി ഫാക്ടറാണ് നമുക്കത് കാണാൻ. അപ്പോൾ അതും പോയി കാണുക. അണ്ണൻ്റെ ചാനലും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ബൈ.